MT വാസുദേവൻ നായർ മലയാളത്തെ സംബന്ധിച്ച് സൗമ്യമായ ഒരു ഓർമ്മ ആയി മാറുന്ന മണിക്കൂറുകളാണ്. ഇപ്പോൾ ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് കെ മധു ഉണ്ട്. മധു, അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്ന് സിത്താരയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുപോകുമെന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. ഇപ്പോൾ എന്താണ് ആശുപത്രിയിലെ അവസ്ഥ? കൂടുതൽ ആളുകൾ പ്രിയപ്പെട്ട MTയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആഗ്രഹത്താൽ അങ്ങോട്ട് എത്തുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെയാണ് അഭിലാഷ്, ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി AK ശശീന്ദ്രൻ എത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ശ്രീകുമാരൻ തമ്പിയും കുരിപ്പുഴ ശ്രീകുമാറും ഒക്കെ ഓർമ്മിച്ചതുപോലെ മലയാളത്തിൻ്റെ അഭിമാന സ്തംഭമായിരുന്ന ഒരു മനുഷ്യൻ, ഒരു പ്രകാശഗോപുരമായിരുന്ന ഒരു എഴുത്തുകാരൻ, നമുക്കൊക്കെ നാം സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് അഭിമാനിക്കാൻ അവസരം തന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം അസ്തമിക്കുമ്പോൾ തീർച്ചയായും KP രാമനുണ്ണിക്കൊപ്പമുണ്ട്. വിധാതാവിൻ്റെ ചിരി എഴുതിയ KP രാമനുണ്ണി. MT വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റ സെക്കൻഡ് മന്ത്രി AK ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിയപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു, മലയാളത്തിൻ്റെ അഭിമാനമായൊരു എഴുത്തുകാരൻ, അദ്ദേഹം അസ്തമിച്ചിരിക്കുന്നു. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുലീനനായ മലയാള ഭാഷയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ച, ഭാഷയുടെ ഛന്ദസ് ഉയർത്തിപ്പിടിച്ച ഒരു എഴുത്തുകാരൻ ഇല്ലാതാവുന്നു. എങ്ങനെ ഓർക്കുന്നു? MTയുടെ മരണം അടുത്ത് തന്നെ ഉണ്ട് എന്നൊരു ധാരണയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മരണപ്പെട്ടു എന്ന വാർത്ത ഞെട്ടലുണ്ടാക്കിയിട്ടില്ലെങ്കിലും മലയാളത്തിന് തീരാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം പോലുണ്ടായിരുന്നത്. മലയാളം എന്ന് നാം പറയുമ്പോൾ മലയാളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഔന്നത്യത്തിൽ വിചാരിച്ച ചക്രവർത്തിയെ പോലെ ജീവിച്ച് ജനങ്ങളെ മനസ്സിൽ സ്ഥാനം നേടിയൊരു മഹാമനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പകരം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണം നോക്കുമ്പോഴാണ് ആ നഷ്ടത്തിൻ്റെ വലിപ്പം നമുക്ക്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചുകൊണ്ടാണ് മിനിസ്റ്ററും ഒരുപക്ഷെ മലയാള ഭാഷ പഠിച്ചിരിക്കുന്നത്. അല്ല, ഭാഷയുടെ സൗകുമാര്യം കാണണമെങ്കിൽ MTയുടെ നോവലുകളും കഥകളും വായിക്കണമായിരുന്നു ചെറുപ്പകാലത്ത്. അപ്പോൾ സൗകുമാര്യം, ആഴത്തിലുള്ള ആശയ സമ്പുഷ്ടത തുടങ്ങിയ സർവ്വഗുണങ്ങളും ചേർന്ന ഒരു ലേഖനം, ഒരു കഥ നമുക്ക് വായിക്കണമെങ്കിൽ ഇനി ആരെയാണ് നമ്മൾ വായിക്കുക എന്ന ഉത്കണ്ഠയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. അക്ഷരാർത്ഥത്തിൽ മലയാളം അനാഥമാകുന്ന ഒരു നിമിഷം. മന്ത്രിയും അത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത് തന്നെയാണ്.